വഖഫ് നിയമ ഭേദഗതി ബില്ല് രാജ്യസഭയിലും പാസായി. വഖഫ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിലും പാസായി. ബില്ലിന് ഭരണപക്ഷത്തുള്ള 128 എംപിമാർ പിന്തുണച്ചപ്പോൾ 95 പേർ എതിർത്തു. ഇതോടെ ബിൽ നിയമമാകും. നിർദ്ദിഷ്ട നിയമനിർമ്മാണം രാഷ്ട്രപതി ഒപ്പിടുന്നതോടെ നിലവിൽ വരും. ഇതോടെ വഖഫ് സ്വത്തുക്കളെ നിയന്ത്രിക്കുന്ന 1995 നിയമം ഇല്ലാതാകും. ജനത്തിന്റെ വികാരം മനസ്സിലാക്കിയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് സഭാ നേതൃത്വം ആവശ്യപ്പെടുന്നു. എംപിമാരുടെ വിഷയം ഉന്നയിച്ചിട്ട് പരിഹാരമില്ലാത്തതുകൊണ്ടാണ് തങ്ങളോട് പറഞ്ഞതെന്നും കിരൺ റിജിജു പറയുന്നു. കർണാടക വഖഫിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ രാജ്യസഭയിൽ. വഖഫ് ഭൂമി കയ്യേറ്റം നടത്തിയിട്ടില്ലെന്ന് വാദിച്ച് മല്ലികാർജുൻ ഖാർഗെ. ആരോപണങ്ങൾ തെളിയിക്കാൻ BJP തയ്യാറാകണം, അല്ലെങ്കിൽ അനുരാഗ് ഠാക്കൂർ രാജിവെക്കണമെന്നും ഖാർഗെ പറഞ്ഞു. ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളെ എടുത്തുമാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് ചർച്ചയിൽ സംസാരിക്കവേ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി. വഖഫ് ഭേദഗതി ബില്ല് മുനമ്പം പ്രശ്നത്തിന് പരിഹാരമാകില്ലെന്നും മുനമ്പം പ്രശ്നവുമായി ബന്ധപ്പെട്ട ചില ഭേദഗതികൾ ഉണ്ടാകുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും ജോസ് കെ മാണി എംപിയും പറഞ്ഞു. അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വഖഫ് ബോർഡിന്റെ ഘടന മാറ്റുന്ന നടപടികളിൽ തനിക്ക് യോജിക്കാൻ കഴിയില്ലെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. വഖഫ് ഭേദഗതി ബില്ലിനെ എതിർത്ത് ജോൺ ബ്രിട്ടാസ് എംപിയും സംസാരിച്ചു. ജനങ്ങൾക്കിടയിൽ എല്ലാവിധത്തിലും ഭിന്നിപ്പുണ്ടാക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും ഭരണഘടനയിൽ വിശ്വാസമുണ്ടെങ്കിൽ വഖഫ് ബിൽ പിൻവലിക്കണമെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. രാജ്യസഭയിൽ സംസാരിക്കുന്നതിനിടെ മുനമ്പത്തെക്കുറിച്ചും കേരളത്തിലെ BJPയെക്കുറിച്ചും ജോൺ ബ്രിട്ടാസ് പരാമർശിച്ചു. ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നവരുണ്ടെന്ന് ജോൺ ബ്രിട്ടാസ് എംപി പറഞ്ഞു. കഴിഞ്ഞ വർഷം മാത്രം ക്രിസ്ത്യാനികൾക്കെതിരെ 700 അക്രമങ്ങളാണ് നടന്നത്. നിരവധി പള്ളികൾ കത്തിച്ചു. നവി മുംബൈയിൽ തടവിൽ കഴിയുന്നതിനിടെ മരിച്ച സ്റ്റാൻ സാമിയെ മറക്കാൻ പറ്റുമോ എന്ന് ജോൺ ബ്രിട്ടാസ് എംപി ചോദിച്ചു. പാർക്കിൻസൺസ് രോഗം വന്ന് ഒരു തുള്ളി വെള്ളം ഇറക്കാൻ പറ്റാതെ ആ മനുഷ്യനെ നിങ്ങൾ കൊന്നുവെന്ന് ജോൺ ബ്രിട്ടാസ് എംപി ആഞ്ഞടിച്ചു. ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകൻ ഗ്രഹാം സ്റ്റെയിൻസിനെ ചുട്ടുകൊന്നത് മറക്കാൻ കഴിയുമോ എന്നും ജോൺ ബ്രിട്ടാസ് ചോദിച്ചു. 30 വെള്ളിക്കാശിന് യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത ഒരു കഥാപാത്രമുണ്ട് ബൈബിളിൽ. അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. കുരിശിന്റെ പേരിലും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട്. അവർ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുത്തവരാണെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം തങ്ങൾ എമ്പുരാൻ സിനിമയെക്കുറിച്ച് പറഞ്ഞിരുന്നുവെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. എമ്പുരാൻ സിനിമയിൽ ഒരു കഥാപാത്രമുണ്ട്, മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം. ഈ മുന്നയെ മലയാളി തിരിച്ചറിയും, കേരളം തിരിച്ചറിയും. അതാണ് കേരളത്തിന്റെ ചരിത്രം. നിങ്ങളുടെ വിഷയത്തെ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി നിർത്തി. ഒരാൾ ജയിച്ചിട്ടുണ്ട്. തങ്ങൾ നിയമത്ത് അക്കൗണ്ട് പൂട്ടിച്ചതുപോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ടും പൂട്ടിക്കും. ഒരു തെറ്റുപറ്റി മലയാളിക്ക്. ആ തെറ്റ് തങ്ങൾ വൈകാതെ തിരുത്തുമെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. വഖഫ് ഭേദഗതി ബില്ല് ബുധനാഴ്ച ലോക്സഭ പാസാക്കിയിരുന്നു. 12 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കും 2 മണിക്കൂർ നീണ്ട വോട്ടെടുപ്പ് പ്രക്രിയയ്ക്കും ശേഷമാണ് ബില്ല് പാസ്സായത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.